നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. വനത്തിനുള്ളിലെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തിൽ വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മാധ്യമപ്രവർത്തകർക്കായി ഏകദിന ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. വനമേഖലയിലെ മാധ്യമപ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച സർക്കാരിന് സമർപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ മീഡിയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നിലമ്പൂർ KFRI സബ് സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കോഴിക്കോട് നോർത്തേൺ സർക്കിൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് R. കീർത്തി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ P. ധനേഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എനിക്ക് നമ്മുടെ 25 വർഷത്തെ എൻ്റെ സർവീസിൽ പല പരിസ്ഥിതി രംഗങ്ങളിലും ഈ കുഞ്ഞികൃഷ്ണൻ സാറും ബാലമാധവൻ അവர்களுം നിർവഹിച്ച പങ്കുകൾ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ. പബ്ലിക് ട്രസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഭരണഘടനയിലെ 2 അനുച്ഛേദങ്ങളിൽ വനവും വന്യജീവിയും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ, പുഴകളും നദികളും തടാകങ്ങളും സംരക്ഷിക്കാൻ സ്റ്റേറ്റിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് അനുച്ഛേദം 48 പറയുമ്പോൾ ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ 51AG പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങൾ, മറ്റു നിരവധി വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ ഇത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു വകുപ്പ്. അപ്പൊ അതെപ്പോഴും പുരോഗതി എന്ന് പറയുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോൾ എതിരായി വരും. ചിലപ്പോൾ ഒരു റോഡ് കാട്ടിലൂടെ പറ്റില്ല, ചിലപ്പോൾ വൈദ്യുതി ലൈൻ പറ്റില്ല, പല നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി വരുമെങ്കിലും ഇത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്ന ആളുകളാണ് മാധ്യമപ്രവർത്തകർ. എല്ലാ പരിസ്ഥിതി മൂവ്മെന്റിലും ഇപ്പം ബഹുമാനയുടെ പഴയ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സാറിന്റെ നിരവധി പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ഈ കുഞ്ഞികൃഷ്ണൻ സാർ കൂടെ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, അദ്ദേഹത്തിന്റെ കൂടെ വലങ്കയിൽ നിന്നുള്ള പ്രവർത്തിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് ഈ കുഞ്ഞികൃഷ്ണൻ സാർ. അതുപോലെയാണ് ബാലൻ മാധവൻ സാർ. അദ്ദേഹവും പശ്ചിമഘട്ടത്തിന്റെ ഇന്റർനാഷണൽ ലീഗ് ഓഫ് കൺസർവേഷൻ ഫോട്ടോഗ്രാഫേഴ്സിന്റെ സീനിയർ ഫെലോ ആണ്. ലോകത്ത് 3 പേരേ ഉള്ളൂ, അതിലൊരാളാണ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നിരവധി പ്രശ്നങ്ങൾ എന്തൊക്കെ അത് അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇവ സംരക്ഷിക്കണം. ഇവർ അതിന്റെ പ്രവർത്തനങ്ങളിൽ പല മെമ്പേഴ്സ് ആയിരുന്നു. പ്ലാനിംഗ് ബോർഡിലും പല നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ G. ധനിക്ലാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K. മുഹമ്മദ്, മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് S. മഹേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സുവോളജി വിഭാഗം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ E. കുഞ്ഞികൃഷ്ണൻ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മാധവൻ, മാധ്യമപ്രവർത്തകൻ അനീഷ് ചാലിയാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ KA മുഹമ്മദ് സൈനുൽ ആബിദീൻ സ്വാഗതവും നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ A. അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ശില്പശാലയ്ക്ക് ശേഷം വനത്തിനുള്ളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. 50ഓളം മാധ്യമപ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നിലമ്പൂർ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്.